നിങ്ങൾ നിസ്കാരം നിലനിർത്തുമ്പോഴെല്ലാം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത, നിസ്കാരം അവഗണിക്കുന്ന ഒരു സമൂഹത്തിന് അല്ലാഹുവിന്റെ കാവൽ പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല എന്ന് അല്ലാഹു അസ്സ വജൽ. ഒന്നുകൂടെ കേൾക്കണം. നിസ്കാരത്തിന്റെ കാര്യം പരിഗണിക്കാത്ത ഒരു സമൂഹത്തിന് അല്ലാഹുവിന്റെ കാവൽ പ്രതീക്ഷിക്കുകയേ ചെയ്യേണ്ടതില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ കാവലും സംരക്ഷണവും ഈ ഉമ്മത്തിനുണ്ടാകണം. അവർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധരാവണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്, കേൾക്കണം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ല സുബ്ഹ, കേൾക്കണട്ടോ, മൻ സല്ല സുബ്ഹ, ഒരാൾ സുബഹി നമസ്കാരം നിർവഹിച്ചാൽ, ഖളാ ആകാതെ നേരത്തിന് എഴുന്നേറ്റ് ഒരാൾ സുബഹി നമസ്കാരം കൃത്യമായും ഭംഗിയായും നിസ്കരിച്ചാൽ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തു. ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. സാധാരണ അറബി ഭാഷയിൽ പറയാറുണ്ട് ഹുവ ഫീ ദിമ്മത്തി, അവൻ എന്റെ ഉത്തരവാദിത്വത്തിലാണെന്ന് പറഞ്ഞാൽ അവന് ഞാൻ കാവലാണ്, അവന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തുവെന്നാണ്. മൻ സല്ല സുബ്ഹ, ഒരാൾ സുബഹി നമസ്കരിച്ചാൽ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവന്റെ സംരക്ഷണം, അവന്റെ കാവൽ ഫീ ദിമ്മത്തില്ലാഹ്, രാജാതിരാജനായ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി മുഴുവൻ ഉറക്കൊടിച്ച് തെണ്ടി നടക്കുകയും രാത്രി മുഴുവൻ ഉറക്കടിച്ച് കളിച്ചു നടക്കുകയും സുബഹിയോടനുബന്ധിച്ച് നിന്ന് കിടന്നുറങ്ങി സുബഹി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് മുസ്ലിം ഉമ്മത്തെങ്കിൽ ആ ഉമ്മത്തിന് എവിടെ അല്ലാഹുവിന്റെ കാവൽ ലഭിക്കുവാനാണ്? ഈ ഒരു സ്വഭാവക്കാരാണ് അറബികളെങ്കിൽ അവർ അല്ലാഹുവിന്റെ കാവൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അവർക്ക് പിന്നെ കാക്കാൻ അമേരിക്കക്കാരൻ വേണ്ടി വരും, അവന് പിന്നെ കാവലേർപ്പെടുത്താൻ പോക്ക് വേണ്ടി വരും, അവന് കാവലേർപ്പെടുത്താൻ പല ആളുകളുടെയും മിലിറ്ററി ആവശ്യമായി വരും. ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ കാവൽ, അല്ലാഹുവിന്റെ കാവൽ ലഭിക്കാനുള്ള ഒന്നാം നിബന്ധന നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ജലദോഷം പിടിച്ചോണ്ട് ഈ തലപ്പാവ് കെട്ടിയിട്ട് ഉയർത്തിട്ട് തലപ്പാവ് അയച്ചു വെച്ചിട്ട് വയല് പറഞ്ഞാൽ ഒരു റാഹത്താവില്ല, രണ്ടും വലിയ ബുദ്ധിമുട്ട്. പിന്നെ കാലാവസ്ഥ തണുപ്പുവാണല്ലോ, ഒക്കെ തടസ്സാവുന്നുണ്ടാവും. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ഇന്നലെ വിയർത്തിറങ്ങിയപ്പോൾ ജലദോഷം പിടിച്ച, നല്ലോണം ജലദോഷം പിടിച്ചാൽ ആളെ മാറ്റേണ്ടി വരും. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ, രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ. ജലത്തിന്റെ ദോഷം നല്ലതാണ്, വേറെ കുറെ രോഗം ഇല്ലാതാവും. അപ്പൊ ഒന്നാമത്തെ നിബന്ധന നിസ്കാരമാണ്, സുബഹി നിസ്കാരം. സുബഹി നിസ്കരിക്കാത്തൊരു ഖൗമിന് അള്ളാഹുവിന്റെ കാവലുണ്ടാവില്ല. സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന വീട്ടുകാരനാണോ ആ വീട്ടുകാരന് അള്ളാഹുവിന്റെ കാവലുണ്ടാവില്ല. ഉമ്മ സുബഹി നമസ്കാരം കൃത്യമായി പാലിക്കാത്ത വീടാണോ ആ വീട്ടിലേക്ക് റബ്ബിന്റെ കാവലില്ല, മാറാ രോഗങ്ങൾ കയറി വരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ആരാ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ള ചെറുപ്പക്കാരെ, സുബഹി നമസ്കാരത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകളാണോ അല്ലാഹു പിന്നെ അവരെ സംരക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് ഈ ഹദീസിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെ ഫലാ യഖ്ലുബന്ന അല്ലാഹു, അങ്ങനെ തന്നെ റസൂലുള്ള പറയാണ്, മൻ സല്ല സുബ്ഹി വഹുവ ഫീ ദിമ്മത്തില്ലാഹ്, സുബഹി ഒരാൾ നമസ്കരിച്ചാൽ അയാളുടെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കും. വന്നുറി ഇബ്ന ആദം, അതുകൊണ്ട് മനുഷ്യ നീ ചിന്തിക്കണം, ലാ യഖ്ലുബന്നക അല്ലാഹു മിൻ ദിമ്മതിഹി ബിശൈഇൻ,
അള്ളാഹുവിന്റെ സംരക്ഷണം നിന്നിലേക്ക് തന്നെ ഏൽപ്പിക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണേ. അള്ളാഹ് നമ്മളെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളെ തന്നെ ഏൽപ്പിച്ച നടക്കൂല. വളരെ ഗൗരവത്തിലാണ് ആ സംസാരം. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ 2022 വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2022 വേണ്ടി രാജ്യത്തെ ഒരുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് രാജ്യത്തിന്റെ സംരക്ഷണവും ലോകത്തിന്റെ പിന്തുണ ലഭിക്കുന്നതിലല്ല, അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്നതില്ല. രാജാതിരാജനായ അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്നതില്ല. അതിന് പെട്ടുന്ന അതിന് വേണ്ട ഒന്നാം നിബന്ധന നമസ്കാരം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തത് ശ്രദ്ധിച്ചോളൂ, ഒരുപാട് കാര്യം സംസാരിക്കാറുണ്ട് ഈ വിഷയത്തിൽ. ഒന്നോ രണ്ടോ ഹദീസൊക്കെ ഓരോ വിഷയത്തിൽ പറയും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക സ്വലാത്ത സുബ്ഹി, സുബൈ നമസ്കാരം ഒരാൾ കടഞ്ഞാൽ ബരിഅത്ത് മിൻഹു ദിമ്മത്തുല്ലാഹ്, അയാളിൽ നിന്ന് അല്ലാഹു തന്റെ ഉത്തരവാദിത്തവും കാവലും പിൻവലിച്ചു കളയുന്നതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.